എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നെൽസൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഒരു മൈക്കിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മൈക്ക് ബോയയുടെ മൈക്കാണ്. ഞാനിപ്പോൾ കോളറിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന മൈക്കും ബോയയുടെ മൈക്കാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് വളരെയധികം എൻക്വയറീസ് ആണ് ഈ ഒരു മൈക്കിന് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് സജഷൻ ചോദിക്കാറുണ്ട് ഏത് മൈക്കാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ പറയാറും ബോയയുടെ ഈ ഒരു മൈക്കിനെ കുറിച്ച് തന്നെയാണ്. ബോയയുടെ ഈ മൈക്ക് ബോയയുടെ BYM1 എന്ന് പറയുന്ന മൈക്കാണ്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും മറ്റും അനുയോജിച്ചൊരു മൈക്ക് എന്ന് തന്നെ പറയാം. ഒരുപാട് ഞാൻ തെരഞ്ഞിട്ടാണ് എനിക്കിത് ഈ മൈക്ക് കിട്ടിയത്. ഒരുപാട് പേര് ഇത് നല്ലതല്ല എന്നും പറയുന്നുണ്ട്, ചില ഫോണുകളിൽ എടുക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ പഴയ ഫോണുകളിൽ ഒരു പക്ഷേ ഈ എക്സ്റ്റേണൽ മൈക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ കഴിഞ്ഞാലാണ് ഈ ഒരു എക്സ്റ്റേണൽ മൈക്ക് അതിൽ ഡിറ്റക്ട് ചെയ്യുള്ളൂ. ചില ഫോണുകളിൽ എക്സ്റ്റേണൽ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യണം. ചിലപ്പോൾ 3.5 ആണെങ്കിലും 3.5ന്റെ ആ ഒരു പിന്നിൽ വ്യത്യാസം കാണിക്കാം. അപ്പോൾ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്താലാണ് ഈ മൈക്ക് എടുക്കുള്ളൂ. മൈക്ക് എന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ബോയ എന്ന് പറയുന്ന ഈ ഒരു മൈക്ക്. അപ്പൊ അങ്ങനെ ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ 1-2 സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുത്ത് ഓൺലൈനിൽ മുഖേന എടുത്തപ്പോൾ എനിക്ക് ഏകദേശം പ്രൈസ് വന്നത് 1500 രൂപയാണ് എനിക്ക് പ്രൈസ് വന്നത്. ഞാൻ ഈ ഒരു മൈക്ക് ഈ കോളറിന് ഹോൾഡ് ചെയ്തിരിക്കുന്ന മൈക്ക് എടുത്തായിരുന്ന സമയത്ത് 749 രൂപയാണ് ഈ ഒരു മൈക്കിന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആവശ്യക്കാര് വളരെയധികം കുറവായിരുന്നു. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ യൂട്യൂബേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മൈക്കിന് ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ അതേപോലെ വിലയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം എടുത്തത് 1500 രൂപയ്ക്കാണ് എടുത്തായിരുന്നത്. അതിനുശേഷം റേറ്റ് ഒന്ന് കുറഞ്ഞു, 1350 ആയി, ഇപ്പോൾ 1150 ആയി, വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ലോക്ക്ഡൌണിന് ശേഷം എന്തായാലും 1000-ന് താഴെ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റു കാര്യം ഞാൻ പറയാം. പ്രൈസിൻ്റെ വേരിയേഷൻസ് സംബന്ധിച്ച് നിങ്ങൾക്ക് ആമസോണിൽ അറിയണം എന്നുണ്ടെങ്കിൽ keepa.com എന്ന് പറയുന്ന ചെറിയൊരു പ്രൈസ് ട്രാക്കർ വരുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിന്റെ വേരിയേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ലിങ്ക് കൊടുക്കാൻ എൻ്റെ പഴയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനപ്പോൾ ബോയ എന്ന് പറയുന്ന ആ മൈക്കിന്റെ പ്രൈസിങ് കുറവുള്ളത് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ സ്മാർട്ട് ബൈ പ്രൊഡക്റ്റുകളിൽ ഒന്നായ അവരൊരു മൈക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തു. 949 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഫ്ലിപ്കാർട്ടിന്റെ പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം അവര് നല്ലൊരു പ്രൊഡക്റ്റാന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം പറയാം. അവർ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ സ്മാർട്ട് ബൈ എന്ന് പറയുന്ന ആ ഒരു കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഇത് അവരുടെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വിശ്വസിക്കാം എന്ന് വിചാരിക്കുന്നു. ഫ്ലിപ്കാർട്ടിന്റെ സീല് വരുന്നുണ്ട്. ഇതില് പ്രൈസ് വന്നിരിക്കുന്നത് 4000 രൂപയാണ് ഇതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്, MRP കൊടുത്തിട്ടുണ്ട്, കസ്റ്റമർ കെയർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ ചൈന തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. നമുക്ക് നല്ല ഓപ്പൺ ചെയ്യാം. ഡിങ് ഡോങ് ലെറ്റ് സിംഗ് എ സോങ്, താങ്ക് യു കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. റീപ്ലേസിംഗ് ദ ബാറ്ററി, എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആ ഒരു ഇൻസ്റ്റാളേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് നമുക്ക് ബാറ്ററിന്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സ്പോഞ്ച് വരുന്നുണ്ട്. സ്പോഞ്ച് അല്ലെങ്കിൽ വിൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നുണ്ട് മൈക്കിന്റെ തുമ്പത്തിടാനായിട്ട്. പിന്നെ 3.5 mm ആണ് അതിന്റെ ആ ജാക്ക് വരുന്നത്. അതിനൊപ്പം തന്നെ 6.5 mm ഒരു ചെറിയ ജാക്ക് കൂടി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു അഡാപ്റ്റർ പോലെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കോളർ ക്ലിപ്പാണ് തരുന്നത്. ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിനൊപ്പം നല്ലൊരു പൗച്ചും തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പൗച്ചാണ്. ഈ ഒരു ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ് വരുന്നത്. കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിലേക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഇട്ടിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. സ്മാർട്ട് ഫോണിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിയുടെ ആവശ്യമില്ല. നമുക്ക് ഈ ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറയിലേക്കാണെന്നുണ്ടെങ്കിൽ ക്യാമറ മോഡ് ഓൺ ആക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടണം. ഇത് ഇടയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ വോയിസ് കിട്ടില്ല. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ബോയയുടെ മൈക്കാണ്. ഈ കോളറിന് ഹോൾഡ് ചെയ്തുകൊണ്ട് ബോയയുടെ മൈക്കാണ്. അപ്പോൾ അത് ക്യാമറ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാതെ ഒരു പക്ഷേ ഷോപ്പിൽ ആരെങ്കിലും വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഒന്ന് ഇത് കാണിച്ചു തരാനായിട്ട് കൊടുക്കുമ്പോൾ അവർ മാറ്റിയിടും. അത് ഞാൻ ശ്രദ്ധിക്കില്ല. അല്ലാതെ വീഡിയോ ചെയ്ത് ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ മെമ്മറി കാർഡ് ഊരി സിസ്റ്റത്തിലേക്ക് ഇടുമ്പോഴായിരിക്കും ഓഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്യാമറയിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടണം. ഇല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ
എന്നുള്ള ഓപ്ഷൻ, അതായത് ഓഫ് ചെയ്തിടണം, ക്യാമറ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അറ്റം വരുന്നത് 3.5 ആണ് വരുന്നത്. ചില ഫോണിൽ, അതായത് പഴയ ഫോണുകളിൽ ഈ ഒരു മൈക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു മൈക്ക് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില ഫോണുകളിൽ അഡാപ്റ്റർ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരിക. ഈ ഒരു 3.5 ഉണ്ടെങ്കിലും അതിൽ വ്യത്യാസം, കണക്റ്റിംഗ് ആ ഒരു ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കൊരു അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. 3.5 to 3.5 തന്നെ നമുക്ക് അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൈക്ക് വർക്ക് ചെയ്യും. ബോയയുടെ മൈക്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്നത്, അതായത് റിവ്യൂസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക, ഈ ഒരു മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് ഈ ഒരു കാരണം കൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. പലർക്കും അത് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത് എന്നുള്ളത്. എനിക്ക് ആദ്യത്തെ ക്യാമറയിൽ ഞാൻ എടുത്തായിരുന്ന സമയത്തും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് വർക്ക് ചെയ്യുന്നില്ല, കംപ്ലൈൻ്റ് ആണ് എന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ്റെ വ്യത്യാസം കൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു വിൻഡ്ഷീൽഡ്, പിന്നെ കോളറിൻ്റെ ആ ക്ലിപ്പും ഒന്ന് ഇടാം. നമുക്ക് ഇതിൽ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാ. ഇതിൻ്റെ ആ ഒരു ചെറിയൊരു വടവിൽ കൂടെ കാണാൻ കഴിയുന്നതാണ് ആ റിസീവർ വരുന്നത്. 360 ആംഗിളിലുള്ള വോയിസ് ഇത് റിസീവ് ചെയ്യും. പരമാവധി നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു സ്പോഞ്ചിൻ്റെ ഇതും ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ, അതായത് ബോയയുടെ മൈക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂട്യൂബൊക്കെ തുടങ്ങി സ്റ്റാർട്ടിങ് ആയിരിക്കുന്ന എന്നെ പോലുള്ള യൂട്യൂബേഴ്സാണ് ഈ ഒരു ബോയയുടെ മൈക്ക് കൂടുതലും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് 3 കൂടി ഒരു ജംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ ചെയ്യുന്നത് കൂടുതലും കാലത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറോണ കാലം ആയതുകൊണ്ട് എല്ലാവരും കൂടുതലും 2 വീലറിലാണ് പോവുക. അപ്പോൾ നമ്മുടെ എന്നെ പോലുള്ള ആ ഒരു ഏജിലുള്ള ആൾക്കാർ മുഴുവനും എന്നല്ല, വളരെയധികം പേരും പോകുന്നത് ബുള്ളറ്റുമ്മയാണ് പോകുന്നത്. അപ്പോൾ സൈലൻസർ മാറ്റി വെച്ച ബുള്ളറ്റ് ഒരുപാട് ഈ ഭാഗത്തുണ്ട്. അപ്പോൾ പോകുമ്പോൾ നല്ലൊരു സൗണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ 3 കൂടി ജംഗ്ഷൻ ആയ കാരണം ആ ജംഗ്ഷനിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു ആക്സിലേറ്റർ കൂട്ടും. ആ സമയത്ത് ഭയങ്കര സൗണ്ടാണ്. പലപ്പോഴും എൻ്റെ വീഡിയോയിൽ എനിക്ക് തന്നെ ദേഷ്യം വരും. ഈ ഒരു സൗണ്ട് നിങ്ങൾക്കും കേൾക്കാൻ പറ്റും. പരമാവധി ഞാൻ ഈ ഒരു മൈക്ക് കിട്ടിയ കാരണം എനിക്ക് കുറച്ചുകൂടി കുറവുണ്ട്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഔട്ട് ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്പോഞ്ചിൻ്റെ ഇത് ആ ഒരു മോൾ ഭാഗത്തായിട്ട് ഇടാം. ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സുമ്പോൾ നമുക്ക് ക്ലിപ്പ് ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു നല്ലൊരു മെറ്റൽ ക്ലിപ്പാണ് വരുന്നത്. അത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് വരും. പിന്നെ നമ്മുടെ വാച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തേലൊക്കെ ഇടുന്ന ഒരു ബാറ്ററിയും വരുന്നുണ്ട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓപ്ഷനിൽ മാറ്റം വരുത്തുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ബാറ്ററി. നമ്മൾ ക്യാമറയിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ബാറ്ററി ചാർജ് നിൽക്കുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ ക്യാമറ എടുത്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുൻപ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക സൗണ്ട് ഓക്കെ ആണ് എന്നുള്ളത്. പലപ്പോഴും ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിരുന്ന തിരക്കിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഞാൻ എടുത്തതിന് ശേഷം കമ്പ്യൂട്ടർ എടുത്ത് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഇടയ്ക്ക് ഒന്ന് അബദ്ധം പറ്റാറുണ്ട്. ക്യാമറ മോഡിൽ ഇടാതെയാണ് ഞാൻ ഇത് ഓൺ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണെന്ന് കരുതി ഞാൻ ക്യാമറ മോഡിൽ ഇട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ക്യാമറ മോഡിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു മൈക്ക് പോയി എന്നാണ് വിചാരിച്ചായിരുന്നത്. പിന്നെയാണ് ആലോചിച്ചത്, ഇങ്ങനൊരു ബാറ്ററിയുടെ കാര്യം ഞാൻ ആലോചിച്ചത്. ആ ബാറ്ററി ഞാൻ ചേഞ്ച് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും ആ വീഡിയോ എടുത്തു. അപ്പോൾ വോയിസ് ഓക്കെ ആയി. എനിക്ക് തോന്നുന്നു ഈ ഒരു ബാറ്ററിക്ക് 1 year ഒക്കെ ആയുസ് ഉണ്ടാവാൻ വഴിയുള്ളൂ. ഇടയ്ക്ക് ചെക്ക് ചെയ്യണതും മാറ്റണതും നല്ലതാണ്. ഇനി നിങ്ങൾ മൈക്ക് ഉപയോഗിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ഊരി വയ്ക്കുക. അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് എന്താ പറയുക, എക്സ്പയർ ഡേറ്റ് കഴിയാറായ ബാറ്ററി ആണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നെങ്കിൽ അത് ഒലിച്ച് മൈക്ക് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇടാം. മൈക്കിൻ്റെ ഈ ഒരു ഭാഗം കോളറിൽ ഹോൾഡ് ചെയ്യുക. ഈ ഒരു ഭാഗം നമുക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്കൊന്നില്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ബോയയുടെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അതിനും ഇതേപോലെ ഈ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് അതിനും വരുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ, അതായത് ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ മൈക്ക് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പാൻറ്റിൻ്റെ ഈ ഒരു പോക്കറ്റിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു യൂണിറ്റ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റും കൂടി ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾ തന്നെ നോക്കി നോക്കുക എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്നത് ബോയയുടെ എന്നാണ് നിങ്ങൾ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ സ്മാർട്ട് ബൈ പ്രൊഡക്റ്റിൽ ഒന്നായ ഈ ഒരു മൈക്ക് ഒന്ന് നോക്കി നോക്കാം. ഞാൻ ബോയയുടെ മൈക്ക് എടുക്കാനായിട്ട്, അതായത് റേറ്റ് കുറവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പോൾ ഒന്നും നോക്കിയില്ല,
949 രൂപ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസാണെന്ന് തോന്നി. അപ്പോഴാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫ്ലിപ്കാർട്ടിൻ്റെ സ്മാർട്ട് ബൈ പ്രൊഡക്റ്റ് ആ മൈക്കിൽ നിന്നാണുള്ള വോയിസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്ക് തോന്നുന്നു. ക്വാളിറ്റി കാര്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്ലിപ്കാർട്ട് അവരുടെ പേരിൽ തന്നെ വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. 1 year ആണ് വാറണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ വാങ്ങാനുള്ള പർച്ചേസ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കി നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയയുടെ മൈക്ക് ഒരു 720 ആ ഒരു റേഞ്ച് 750 താഴത്തേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബോയയുടെ മൈക്കാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാവും. അത് ഒരു 1000-ന് മുകളിലേക്ക് ബോയയുടെ മൈക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു മൈക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ മൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരെ ബൈ.